ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന് സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളായി ലോകം മുഴുവൻ ദീപ്തി പരത്താൻ പോകാം, യേശുവിൻ സാക്ഷ്യം നൽകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തോടൊപ്പം ജീവിക്കുക എന്നതാണ് ഒരു മനുഷ്യന് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ജീവിതം. ഇപ്പോൾ ശാലോം ടി വിയുടെ മുമ്പിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലും നമ്മോടൊപ്പമായിരിക്കുന്ന ഈശോയുടെ വലിയ സാന്നിധ്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നഴ്സിംഗ് ശുശ്രൂഷയിലും വ്യക്തിപരമായ ജീവിതത്തിലും ഈശോയുടെ സാന്നിധ്യവും കരുണയും അനുഭവിച്ചറിഞ്ഞ കുവൈറ്റിലെ കുറച്ച് നഴ്സുമാരെ ഇന്നത്തെ നഴ്സസ് ടൈമിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഭൂമിയിൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. സങ്കീർത്തനങ്ങൾ 103:11 ഈശോ ഇങ്ങനെ അരുളി ചെയ്തു: ഈ കാരുണ്യം ജീവിതത്തിലോട്ട് ഏറ്റെടുത്തപ്പോൾ
ദൈവം തങ്ങളുടെ ജീവിതത്തെ ചൊരിഞ്ഞ കാരുണ്യത്തെപ്പറ്റി നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുന്നു കുവൈറ്റിൽ നിന്നുമുള്ള കുറച്ച് നഴ്സുമാർ. സ്വർഗീയ കാരുണ്യത്തിൻ്റെ മധ്യസ്ഥ എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധ നമ്മുടെ കത്തോലിക്ക സഭയ്ക്കുണ്ട്, വിശുദ്ധ ഫൗസ്റ്റീന. ഈ വിശുദ്ധിയിലൂടെയാണ് ദൈവകരുണയുടെ ജപമാല ഈശോ ഈ ലോകത്തിന് നൽകിയത്. ഈ സ്വർഗീയ കാരുണ്യത്തിൻ്റെ ജപമാലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞിട്ടുള്ള കാരുണ്യം നമുക്ക് കേൾക്കാം. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രേക്ഷകർക്കായി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് നിത, ഹസ്ബൻഡിൻ്റെ പേര് ജുബീഷ്. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട് ഗബ്രിയേൽ. ഞങ്ങൾ 2 പേര് നഴ്സുമാരാണ്. ഞാനിവിടെ 2.5 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. ഹസ്ബൻഡും കുഞ്ഞും നാട്ടിലാണ്. എൻ്റെ പേര് മിനി തോമസ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഷിജോ ജോസഫ്. ഞങ്ങൾ 2 പേരും നഴ്സുമാരാണ്. 3 വർഷമായി ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് മഞ്ജു, ഹസ്ബൻഡിൻ്റെ പേര് എബി. ഞങ്ങൾക്കൊരു മോളുണ്ട്. ഞങ്ങൾ 2 പേരും കുവൈറ്റിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ഈശോയുമായി എപ്പോഴും സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിശുദ്ധിയായിരുന്നു വിശുദ്ധ ഫൗസ്റ്റീന. പിന്നീട് ഡിവൈൻ മേഴ്സി ഇൻ മൈ സോൾ എന്ന പുസ്തകത്തിൽ ഈ സംഭാഷണം പ്രസിദ്ധീകരിച്ചു. നമുക്കറിയാം, കുവൈറ്റ് നഴ്സസ് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്ത കാലം തൊട്ടേ 3 മണി സമയത്ത് വാട്സപ്പിലൂടെ മെസ്സേജ് ഇട്ടുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലാറുണ്ടായിരുന്നു. ആദ്യ കാലങ്ങളിൽ വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനോട് റെസ്പോണ്ട് ചെയ്തിരുന്നുള്ളൂ. ഞാൻ ഓർക്കുകയാണ്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, ഏകദേശം 6-7 മാസങ്ങൾക്ക് മുമ്പ് നിതയുടെ ഒരു ഓഡിയോ ടെസ്റ്റിമണി വാട്സപ്പിലൂടെ വന്നതിന് ശേഷം ഒത്തിരി മക്കൾ 3 മണി നേരത്തെ ഈ കരുണയുടെ ജപമാല ചൊല്ലാറുണ്ട്. അത് ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു, രാത്രിയിലും പകലും. ആ ഒരു അനുഭവം ഈ കൂട്ടായ്മയായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും ജെസ്സി, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ കരുണ ആവോളം രുചിച്ചറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതിലൊരു അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് ഉറച്ച ദൈവവിശ്വാസമുണ്ടെങ്കിലും കരുണക്കൊന്തിയൊന്നും 3 മണിക്ക് എഴുന്നിട്ട് ഞാൻ ചെല്ലുമായിരുന്നില്ല ആദ്യകാലങ്ങളിൽ. എന്നാൽ നഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം പതിവായി എല്ലാവരും 3 മണിക്ക് എഴുന്നേൽക്കുകയും കരുണക്കൊന്ത് ചെല്ലുകയും വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കാണുമ്പോഴും, അതുപോലെ തന്നെ എൻ്റെ റൂംമേറ്റ് പതിവായി കരുണക്കൊന്ത് ചെല്ലുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതിൽ നിന്നെല്ലാം ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ഞാനും കരുണക്കൊന്ത് ചെല്ലുവാൻ തുടങ്ങി. എത്ര ബിസി ആണെങ്കിലും, ഈവൻ ഡ്യൂട്ടിയിലാണെങ്കിൽ പോലും പറ്റുന്ന സമയത്തെല്ലാം ഞാൻ കരുണക്കൊന്ത് ചെല്ലുമായിരുന്നു. 3-4 മാസങ്ങൾക്ക് മുൻപാണ് എന്നിലെ മാറ്റം ഞാൻ തന്നെ അറിഞ്ഞു തുടങ്ങിയത്. കരുണക്കൊന്ത ചൊല്ലുന്നതിന് മുൻപായി പതിവായി എനിക്ക് അലർജി മൂലമുള്ള തുമ്മലുണ്ടായിരുന്നു. അതിൻ്റെ അസ്വസ്ഥത മൂലം ഞാൻ വെളുപ്പിന് എഴുന്നേൽക്കുകയും ഉറങ്ങാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ കരുണക്കൊന്ത ചൊല്ലി തുടങ്ങിയതിന് ശേഷം എനിക്ക് വളരെയേറെ മാറ്റങ്ങളുണ്ടായി. ഇത് എൻ്റെ റൂംമേറ്റിനും ബോധ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഞാൻ ഓർത്തു, എന്തിനാണ് എല്ലാവരും വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നത്, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നതൊക്കെ എന്തിനാണെന്ന്. പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, ഇത് അവരങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ എനിക്കും അതൊരു പ്രചോദനമായത്. അപ്പം നമ്മളങ്ങനെ ചെയ്യുന്നത് വഴി മറ്റുള്ളവർക്കൊരു പ്രചോദനമാവുകയും നമ്മുടെ അനുഭവം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനത് ഓഡിയോ ക്ലിപ്പായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത്. എനിക്ക് തോന്നുന്നു നിതേനെ കൊണ്ട് ആ സാക്ഷ്യം ഓഡിയോ ക്ലിപ്പായിട്ട് ഇടിയിപ്പിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക പ്രേരണ തന്നെയായിരുന്നെന്ന്. കാരണം ഒത്തിരി പേര് അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പിലോട്ട് കരുണക്കൊന്ത് ചെല്ലുന്നതിനായിട്ട് വന്നിട്ടുണ്ട്, അല്ലേ? ഈശോയുടെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുക, ഈശോയുടെ അനന്ത കരുണയിൽ വിശ്വസിക്കുക, നമ്മൾ അനുഭവിച്ച ആ കാരുണ്യം മറ്റുള്ളവരിലേക്ക് ഒഴുക്കുന്ന ഒരു ചാലകമായി പ്രവർത്തിക്കുക. ഇതായിരുന്നു വിശുദ്ധ ഫൗസ്റ്റീന പ്രചരിപ്പിച്ച ആ ദൈവ കരുണയുടെ അടിസ്ഥാനം. നമുക്കറിയാം, സങ്കീർത്തനങ്ങൾ 108:4 ഇങ്ങനെ പറയുന്നു, അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ്, അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ആ ആകാശത്തോളം ഉന്നതമായ കാരുണ്യം മിനിയുടെ ജീവിതത്തിൽ മിനി എങ്ങനെയാണ് രുചിച്ചറിഞ്ഞത്? കർത്താവിൻ്റെ കാരുണ്യം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ഒഴുകിയിറങ്ങിയ ഒത്തിരിയേറെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും നഴ്സസ് മിനിസ്ട്രിയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ കരുണ പ്രകടമായ ഒരവസരം റീസെൻ്റ്ലി സംഭവിച്ച ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ ഓഗസ്റ്റ് 4-ാം തീയതി വെക്കേഷന് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റും എടുത്ത് ലീവിൽ സൈൻ ചെയ്ത് എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരിക്കെ എൻ്റെ വിസയ്ക്ക് ഒരു തടസ്സമുണ്ടായി. 1 വർഷത്തിനുള്ള വിസ എനിക്ക് അടിച്ചു കിട്ടിയാൽ മാത്രമേ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സാഹചര്യം വന്നു ചേർന്നു. 3 മാസം മുമ്പ് ഞാൻ അധികാരികളുമായിട്ട് സംസാരിക്കുകയും ലെറ്റർ സബ്മിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും ഒരു പ്രോഗ്രസ്സും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓഗസ്റ്റ് 2-ാം തീയതി ആയിട്ടും പ്രോഗ്രസ് ഒന്നും കാണാതായപ്പോൾ നഴ്സസ് മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന 2-3 അംഗങ്ങളുടെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ 2-ാം തീയതി ഞാൻ അധികാരികളെ കാണാനായിട്ട് ഹോസ്റ്റലിൽ നിന്ന് യാത്രയാകുന്നതിന് മുമ്പേ നഴ്സസ് മിനിസ്ട്രിയുടെ ഗ്രൂപ്പിലേക്ക് ഒരു പ്രയർ റിക്വസ്റ്റ് ഞാൻ സെൻഡ് ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ആ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ ഞാൻ അധികാരികളെ കണ്ട് തിരിച്ചു വന്ന് വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വിടുന്ന ആ സമയം വരേക്കും അന്ന് ഓഫുള്ളവരും ഡ്യൂട്ടിയിലുള്ളവരും ഒക്കെ ചേർന്ന്
അധികാരികളുടെ മേലും ഞാൻ ചെന്നും മുട്ടുന്ന മേഖലകളിലൊക്കെ കർത്താവിൻ്റെ കരുണ ഒഴുകിയിറങ്ങുന്നതിനായിട്ട് കരുണയുടെ ജപമാല ചൊല്ലി 10-25 പേരോളം ഗ്രൂപ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ ഫലം എന്ന് തന്നെ പറയട്ടെ, പോകുന്നതിൻ്റെ തലേദിവസം 3-ാം തീയതി ഒരു 8:30 ആയപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലായിരിക്കെ എനിക്ക് എൻ്റെ മൊബൈലിലേക്ക് ഒരു കോള് കിട്ടി. വിസ റെഡിയായിരിക്കുന്നു, വന്ന് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞതുകൊണ്ട്. കർത്താവിൻ്റെ കാരുണ്യം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ഒഴുകിയിറങ്ങിയ ഒരു സമയമായിരുന്നു അത്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച സമയത്ത് തന്നെ നാട്ടിൽ പോകാനും ഇന്ന് തിരിച്ചു വന്ന് ഇവിടെ ജോലി ചെയ്യുവാനും സാധിച്ചു. ഇതൊക്കെ ദൈവത്തിൻ്റെ കരുണയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുനാളിൽ എവിടെയോ വായിച്ച ഒരു കഥ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഒരിക്കൽ വിശുദ്ധ ഫൗസ്റ്റീന ഒരു മാലാഖയെ കണ്ടുമുട്ടാനിടയായി. അപ്പോൾ ആ മാലാഖയുടെ കയ്യിൽ ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. വിശുദ്ധ ഫൗസ്റ്റീന ചോദിച്ചു, ഇതെന്ത് ഇടിയും മിന്നലും പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന്. അപ്പോൾ മാലാഖ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞു, ഒരു ദേശത്തെ അതിൻ്റെ തിന്മയ്ക്കെതിരെ ശിക്ഷിക്കാനായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന കണ്ണീരോട് ആ മാലാഖയോട് പറഞ്ഞു അത് നടപ്പാക്കരുതെന്ന്. പക്ഷെ ആ മാലാഖ കേട്ടില്ല. മാലാഖ പറഞ്ഞു, ഇല്ല, പറ്റില്ല, ഞാൻ അവരെ ശിക്ഷിക്കും. അപ്പോൾ തന്നെ പരിശുദ്ധ ത്രിത്വം ഇറങ്ങി വന്ന് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഒരു പ്രാർത്ഥന കൊടുത്തു. അപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന ആ പ്രാർത്ഥന ഏറ്റെടുത്ത് ചെല്ലിയപ്പോൾ ദൈവം ആ മാലാഖയെ അതിൽ നിന്ന് തടഞ്ഞ് അങ്ങനെ ആ ശിക്ഷയിൽ നിന്ന് ആ ദേശത്തെ രക്ഷിച്ചു. വിശുദ്ധ ഫൗസ്റ്റീന ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: ഈശോയെ, സർവ്വലോകത്തിൻ്റെയും ജീവൻ്റെ ഉറവിടവും കരുണയുടെ കടലും അങ്ങ് തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം വരിച്ചത്. സർവ്വലോകത്തെയും അങ്ങയുടെ കരുണയും അങ്ങയുടെ ജീവൻ്റെ ഉറവിടവും കൊണ്ട് ആവരണം ചെയ്ത് സകല ആവശ്യങ്ങളും നിറവേറ്റണമെന്ന്. നമുക്കറിയാം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം 18-ാം വാക്യം പറയുന്നുണ്ട്, നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം കാണിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു, എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണെന്ന്. മഞ്ജു ചേച്ചിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനന്ത കാരുണ്യം അനുഭവപ്പെട്ട നിമിഷങ്ങൾ ഞങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമോ? നഴ്സസ് മിനിസ്ട്രിയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ പ്രാർത്ഥന ജീവിതം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും മാത്രമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ നിയോഗങ്ങൾക്കൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പഠിച്ചത്. ഇവിടെ വന്നതിന് ശേഷം ഈ നഴ്സസ് മിനിസ്ട്രിയിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകതയാണ്, എല്ലാ ദിവസവും പകലും രാത്രിയും 3 മണിയാകുമ്പോൾ അനേകം മക്കൾ ഒന്നിച്ചിരുന്ന് കരണക്കൊന്ത ചൊല്ലുന്നതായിട്ട്. എന്നാൽ രാത്രിയിൽ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ കരണക്കൊന്ത ചൊല്ലുവാൻ താല്പര്യം കാണിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിതയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കാൻ ഇടയായത്. അതിൽ കുറച്ചു മുമ്പ് നിത ഇവിടെ പറഞ്ഞ അതേ അനുഭവം തന്നെയായിരുന്നു പങ്കുവെച്ചത്. അത് കേട്ടപ്പോൾ എനിക്കും അതിൽ നിന്നൊരു പ്രചോദനം കിട്ടി. ഞാനും അന്ന് മുതൽ 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കരണക്കൊന്ത ചൊല്ലുവാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഈശോയുടെ ഒരു ഇടപെടൽ ഉണ്ടായതിൻ്റെ അനുഭവം ഇവിടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മോൾക്ക് ഇപ്പോൾ 6 വയസ്സുണ്ട്. അവൾക്ക് 2 വയസ്സായപ്പോൾ മുതൽ അലർജി മൂലമുള്ള കഠിനമായ ചുമയും ശ്വാസമുട്ടലും മൂലം വളരെ വിഷമിച്ചിരുന്നു. എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ചുമയും ശ്വാസമുട്ടലും കാരണം ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അനേകം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് ജീവിതകാലം മുഴുവൻ അലർജിയുടെ മരുന്ന് മോൾക്ക് കൊടുക്കേണ്ടി വരും മുടങ്ങാതെ. ആ ഒരു അവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചെറുപ്പം മുതൽ എൻ്റെ മോള് അലർജിക്ക് വേണ്ടിയുള്ള മരുന്ന് സ്ഥിരമായി കഴിക്കുമായിരുന്നു. എന്നാൽ നഴ്സസ് മിനിസ്ട്രിയിൽ വന്ന് കരണക്കൊന്ത ചൊല്ലാൻ ഞാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ബോധ്യമായ ഒരു കാര്യമാണ്, മോൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കേണ്ടിയിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിച്ചു. ഇപ്പോൾ സ്ഥിരമായി ഒരിക്കലും എൻ്റെ മോൾ അലർജിക്ക് വേണ്ടി മരുന്ന് കഴിച്ചിട്ടില്ല. വല്ലപ്പോഴും മാത്രമേ അവൾക്ക് മരുന്ന് കഴിക്കേണ്ടതായി വന്നിട്ടുള്ളൂ. ഇത് ഈശോയുടെ ഒരു വലിയ കരുണയായിട്ട് എനിക്ക് തോന്നുന്നു. ബൈബിളിൽ ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ ഐശ്വര്യം തിരികെ നൽകി, അത് ഇരട്ടിയായി തിരികെ നൽകിയെന്ന്. ഇതുപോലെ കരുണക്കൊന്തയിലൂടെ നമ്മൾ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ കാരുണ്യം ഇരട്ടിയായി ലഭിക്കുമെന്ന് ഇപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈശോയുടെ കരുണ രുചിച്ചറിയുന്ന ഒരു സംഭവം കൂടെ എൻ്റെ ജീവിതത്തിലുണ്ടായി. കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് പാസ്പോർട്ട് അടങ്ങിയ എൻ്റെ എൻവലപ്പ് ഞാൻ സേഫായി എൻ്റെ റൂമിൽ അലമാരിക്കുള്ളിൽ വെച്ചിരുന്നു. തലേദിവസം കൗണ്ടർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു, ഡോക്യുമെൻറ്റ്സ് എല്ലാം. അപ്പം ഈ പാസ്പോർട്ട് അടങ്ങിയ എൻവലപ്പ് മാത്രം മിസ്സായിരിക്കുന്നതായിട്ട് കണ്ടു. ആ സമയം ഞാനും എൻ്റെ റൂംമേറ്റും കൂടെ റൂമെല്ലാം അരിച്ചു പറക്കി നോക്കി, അലമാരി എല്ലാം തപ്പി നോക്കി, പക്ഷേ ഞങ്ങൾക്ക് കണ്ടു കിട്ടിയിരുന്നില്ല. ആ സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ അനേകം ചിന്തകൾ ഇങ്ങനെ കടന്നുപോയി. എനിക്കിനി നാട്ടിൽ പോകാൻ പറ്റുമോ, ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും കാണാൻ പറ്റുമോ, എൻ്റെ യാത്ര മുടങ്ങുമോ, അങ്ങനെയെല്ലാം ഞാനിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ റൂംമേറ്റ് ഞാൻ അറിയാതെ തന്നെ മഞ്ജു ചേച്ചിനെ വിളിക്കുകയും പ്രെയർ റിക്വസ്റ്റ് എല്ലാം ചെയ്യുകയും ചെയ്തു. ബാക്കി മഞ്ജു ചേച്ചി തന്നെ പറയും. ശരിയാണ്, അന്ന്
നിതയുടെ റൂംമേറ്റ് മരിയ എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചി നിതയുടെ പാസ്പോർട്ട് കാണുന്നില്ല, നമ്മുടെ കമ്മിറ്റ്മെന്റ് ഗ്രൂപ്പിൽ ഒരു പ്രെയർ റിക്വസ്റ്റ് ഇടാമോ എന്ന്. ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. ആ സമയം അനേകം മക്കൾ ഈ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ റൂമിലിരുന്ന് കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു ചിന്തയാണ്, നിതയുടെ അലമാരയുടെ ഡ്രോയറിന്റെ ഇടയ്ക്ക് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇന്നുവരെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല ഒരു പ്രാർത്ഥനയിലും. ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. അപ്പോൾ കരുണക്കൊന്ത ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ നിതയുടെ റൂമിൽ ചെന്നു. അവിടെ ചെന്ന് അവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു തോന്നൽ വന്നു, നമുക്കതൊന്ന് ഡ്രോയർ ഒന്ന് വരച്ച് പരിശോധിക്കാമെന്ന്. അങ്ങനെ ഡ്രോയർ വരച്ച് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ ഇടയ്ക്ക് പാസ്പോർട്ട് അടങ്ങിയ എൻവലപ്പ് കിടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. ചേച്ചിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ എവിടെയാണ് പാസ്പോർട്ട് വെച്ചിരിക്കുന്നതെന്നോ അലമാരിക്കകത്താണോ സേഫിനകത്താണോ ഒന്നും ചേച്ചിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ചേച്ചി പെട്ടെന്ന് അത് പെട്ടെന്ന് തന്നെ വന്ന് സേഫ് വലിച്ചൂര് അതിനകത്തുണ്ട് എന്ന് പാസ്പോർട്ട് പറഞ്ഞപ്പം ചേച്ചിക്ക് എനിക്ക് ഉറപ്പുണ്ട്, ചേച്ചിക്ക് ഉറപ്പായിട്ട് ഈശോ വെളിപ്പെടുത്തി കൊടുത്തത് തന്നെയാണെന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തും സാധിക്കാം. അത് കരുണക്കൊന്തയിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാനുള്ള ഒരു ആയുധമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. എനിക്കിപ്പോൾ തോന്നുകയാണ്, നിങ്ങൾ ഓരോരുത്തരുടെയും സാക്ഷ്യം കേട്ടപ്പോൾ ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും കരുണയുടെ ജപമാലയോട് കൂടുതൽ അടുപ്പവും ഒരു സ്നേഹവും ഉണ്ടായിട്ടുണ്ടെന്ന്. വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ ലോകത്തിന് നൽകിയ ഈ കരുണയുടെ ജപമാല ഹൃദയത്തിൽ ഏറ്റെടുത്തപ്പോൾ ഈശോ ഈ മക്കളിൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ കാരുണ്യവും നമ്മൾ ഇവരിൽ നിന്ന് കേട്ടുവല്ലോ. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകണം, വിശുദ്ധയാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ വിശുദ്ധ ഫൗസ്റ്റീനയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ഒപ്പം വിശുദ്ധ ഫൗസ്റ്റീനയുടെ മധ്യസ്ഥം യാചിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ആ കരുണ സ്വീകരിച്ച് അനേകം ആത്മാക്കളെ ഈശോയുടെ കരുണയിലേക്ക് അടുപ്പിക്കുവാൻ ഓരോ നഴ്സിനും കഴിയുമാറാകാൻ വിശുദ്ധ ഫൗസ്റ്റീനയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവനുമുള്ള എല്ലാ നഴ്സുമാരുടെ മേലും കരുണയായിരിക്കണമേ. ആമേൻ. Hi, I am Amita and I am from Mangalore, and since 19 years I live in Dubai and I am a nurse. I just would like to share my small story today with you all, how Jesus has touched me and my life. Last year, in June 2016, I was diagnosed with adenocarcinoma of the sigmoid colon, stage 2. And believe me, the day which I was diagnosed, my full dreams were shattered. I was totally collapsed. My family was so upset. But I was touched by Jesus, and I didn't, for a moment even, I did not think that I am left without anyone. I had a normal prayer in the evening. During the prayer, it just came to my mind. Jesus had just put me something in my mind. It was saying to me, you go to Mumbai for your treatment, because I had a lot of calls to inform me to go to Delhi, to go to Bombay, to go to so many places, but I just trust Jesus Christ, and I just went on as per His plans. Place was very new to me, the people were very new to me, but regardless, I had just Jesus with me. I was treated. I had a surgery, open sigmoidectomy. I underwent 8 cycles of chemotherapy. To be a patient and to be a nurse, these are two different stories, I can say, because when we are a nurse, it's easy to tell us, to give injections, to say something, but as a patient, it's a different experience. And the chemotherapy was totally, I had a lot of side effects of chemotherapy. And I used to have vomiting, I used to have stomach upset, my changes in my hands, my palms, my feet, on my face, everywhere. A lot of psychological changes also I went through, because I left my family here, my kids were here. So it was totally different. But after each cycle of chemo, I had a strong faith and I felt better day by day. And then the prayers which my family, my friends, my colleagues here in Dubai, the nurses ministry, the prayer groups,
They prayed for me day and night, and I just went through whole 8 cycles of chemo without much fear of death. I didn't had any problems because of Jesus, and I was totally touched, and a great miracle had happened on me because I was declared totally free from cancer. It wouldn't have happened without the prayers of all of you, without Jesus. My dear friends, I have a small message to you all today. Just have faith in Jesus. All your struggles, just leave in Jesus' hands, and everything will be fine. And even your clients, when you serve them, serve with faith, and Jesus' blessings will be passed by through you to them. And have a blessed day, have a great day, and praise the Lord. മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന ക്യാൻസർ രോഗത്തെപ്പോലും സുഖപ്പെടുത്താൻ മതിയായവനാണ് നമ്മുടെ ഈശോ. കർത്താവിന് നമ്മോടുള്ള വലിയ സ്നേഹവും കരുണയും ഈ സഹോദരിമാരുടെ സാക്ഷ്യത്തിലൂടെ നാം അനുഭവിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ഈശോയോടൊപ്പമായിരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അതിന് സാധിക്കാത്ത ഒരവസ്ഥ ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അതിനുത്തരമായി വിശുദ്ധിയുടെ വിജയരഹസ്യങ്ങൾ എന്ന ബുക്കിലെ ഒരു ഭാഗം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി പറയുന്നു, ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തോട് സംസാരിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തെ കേൾക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നേരെ മറിച്ചാണല്ലേ സംഭവിക്കുന്നത്. എന്നാൽ ഇനി മുതൽ ഏറെ സമയം ഈശോയോട് സംസാരിക്കുവാനും ഈശോയെ കേൾക്കുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഓരോ നഴ്സും ഒരു വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.